എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ റഷ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സുലേഖ. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അതിന്റെ അർത്ഥം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിവിടെ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തുൻ നംലിലെ പേജ് നമ്പർ 380 ആയത്ത് 36 മുതൽ 44 വരെയുള്ളതാകുന്നു. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاء سليمان قال أتمدونني بمال فما آتاني الله خير مما آتاكم بل أنتم بهديتكم تفرحون. അങ്ങനെ അവൻ സുലൈമാന്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ധനം കൊണ്ട് സഹായം നൽകുകയാണോ? എന്നാൽ അറിഞ്ഞേക്കുക, എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് നിങ്ങൾക്കവൻ നൽകിയിട്ടുള്ളതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സമ്മാനം മൂലം സന്തോഷം കൊള്ളുന്നു എന്ന് മാത്രം. ارجع إليهم فلنأتينهم بجنود لا قبل لهم بها ولنخرجنهم منها أذلة وهم صاغرون. നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിക്കൊള്ളുക. തീർച്ചയായും നാം അവരുടെ അടുക്കൽ അവർക്ക് നേരിടുവാൻ കഴിവില്ലാത്ത സൈനികളുമായി വരുന്നതാണ്. നിസാരന്മാരായിക്കൊണ്ട് നിന്യന്മാരായ നിലയിൽ അവിടെ നിന്നും നാം അവരെ പുറത്താക്കുക തന്നെ ചെയ്യും. قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين. അദ്ദേഹം തന്റെ ആളുകളോട് പറഞ്ഞു, ഹേ പ്രധാനികളെ, നിങ്ങളിൽ ഏതൊരുവനാണ് അവർ എന്റെ അടുക്കൽ മുസ്ലിങ്ങളായി വരുന്നതിനു മുമ്പ് അവളുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്നു തരിക? قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين. ജിന്നുകളിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു, അങ്ങയുടെ ഈ സ്ഥാനത്ത് നിന്ന് അങ്ങൊന്ന് എഴുന്നേൽക്കുന്നതിനു മുമ്പായി ഞാൻ അത് അങ്ങേക്ക് കൊണ്ടുവന്നു തരാം. നിശ്ചയമായും ഞാൻ അതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാണ്. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. തന്റെ പക്കൽ വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു ജ്ഞാനം ഉണ്ടായിരുന്നവൻ പറഞ്ഞു, താങ്കളുടെ ദൃഷ്ടി താങ്കളിലേക്ക് തിരിച്ചു വരും മുമ്പായി ഞാനത് താങ്കൾക്ക് കൊണ്ടുവന്നു തരാം. അങ്ങനെ അത് തന്റെ അടുക്കൽ സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ഞാൻ നന്ദി കാണിക്കുമോ അതല്ല ഞാൻ നന്ദികേട് കാണിക്കുമോ എന്ന് എന്നെ അവൻ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത്. ആരെങ്കിലും നന്ദി കാണിക്കുന്നതിൽ പക്ഷം അവർ തനിക്കു തന്നെ വേണ്ടിയാണ് നന്ദി കാണിക്കുന്നത്. വല്ലവനും നന്ദികേട് കാണിക്കുന്നുവെങ്കിലോ, എന്നാൽ നിശ്ചയമായും എന്റെ രക്ഷിതാവ് അനാശ്രയനാണ്, ഉത്കൃഷ്ടനുമാണ്. قال نكروا لها عرشها ننظر أتهتدي أم تكون من الذين لا يهتدون. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവൾക്ക് അവളുടെ സിംഹാസനം മാറ്റിവരുത്തുവിൻ. അവൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി നേർഭാഗം പ്രാപിക്കുമോ അഥവാ മനസ്സിലാക്കാതെ നേർഭാഗം പ്രാപിക്കാത്തവരിൽ പെട്ടവളായിത്തീരുമോ എന്ന് നമുക്ക് നോക്കാം. فلما جاءت قيل أهكذا عرشك قالت كأنه هو وأوتينا العلم من قبلها وكنا مسلمين. എന്നിട്ട് അവൾ വന്നപ്പോൾ അവളോട് ചോദിക്കപ്പെട്ടു, നിങ്ങളുടെ സിംഹാസനം ഇതുപോലെയാണോ? അവൾ പറഞ്ഞു, ഇതുതന്നെയാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളാവുകയും ചെയ്തിരിക്കുന്നു. وصدها ما كانت تعبد من دون الله
إنها كانت من قوم كافرين. അവൾ അള്ളാഹുവിന് പുറമെ ആരാധിച്ചു വരുന്നത് അവളെ തടഞ്ഞു കളഞ്ഞതാണ്. നിശ്ചയമായും അവൾ അവിശ്വാസികളായ ഒരു ജനതയിൽപ്പെട്ടവളാകുന്നു. قيل لها ادخلي الصرح فلما رأته حسبته لجة وكشفت عن ساقيها قال إنه صرح ممرد من قوارير. قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. കൊട്ടാരത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവളോട് പറയപ്പെട്ടു. എന്നിട്ട് അവൾ അത് കണ്ടപ്പോൾ അതൊരു ജലാശയമാണെന്ന് അവൾ കണക്കാക്കുകയും അവളുടെ ഇരു കണങ്കാലുകളിൽ നിന്ന് വസ്ത്രം പൊക്കി നീക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇത് പളുങ്കളാൽ മിനുക്കപ്പെട്ട ഒരു കൊട്ടാരം എത്രേ. അവൾ പറഞ്ഞു, രക്ഷിതാവേ, ഞാൻ എന്റെ ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. സുലൈമാനോടൊപ്പം ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ കീഴ്പ്പെടുത്തുകയും മുസ്ലിമാവുകയും ചെയ്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.